പത്തനംതിട്ട കൂടൽ നെടുമൺകാവിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ദമ്പതികളിൽ ഭാര്യയും മരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മോഹനവല്ലിയാണ് മരിച്ചത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ജയശങ്കർ, നേരത്തെ ഈ ആത്മഹത്യ വാർത്ത വന്നപ്പോൾ മോഹനവല്ലി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന വിവരമാണ് അറിഞ്ഞത്. ഇപ്പോൾ മോഹനവല്ലി മരിച്ചു എന്ന വാർത്ത കൂടി വരുന്നു. ദുഃഖകരമാണ് വിവരങ്ങൾ. പ്രജിനി, മോഹനവല്ലിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമായി. പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടയിലാണ് ജീവൻ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭാര്യയും ഭർത്താവും മരണപ്പെട്ടിരിക്കുന്നു. മോഹനൻ 75 വയസ്സ്, ഭാര്യ മോഹനവല്ലി എന്നിവരാണ് എന്തായാലും മരണപ്പെട്ടിരിക്കുന്നത്. വീട്ടിലെ മുറിയിൽ ഇത്തരത്തിൽ വിഷം കഴിച്ച മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തുക. എന്തായാലും ഈ മോഹനവല്ലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇവരെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ കൃത്യസമയത്ത് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തിയില്ല. പത്തനംതിട്ടയിൽ നിന്നും ഈ ആംബുലൻസ് ഈ കൊന്നി ഭാഗത്തേക്ക് എത്തിയെങ്കിലും ആംബുലൻസ് വഴിയിൽ വെച്ച് കേടായി. പിന്നീട് മറ്റൊരു ആംബുലൻസ് എത്തി. അരമണിക്കൂറും വൈകിയാണ് ഇവരെ കോട്ടയത്തേക്ക് മാറ്റാനുള്ള നടപടികൾ ഉണ്ടായെന്നൊരു ആക്ഷേപം ബന്ധുക്കൾ എന്തായാലും ഉന്നയിക്കുന്നുണ്ട്. ആംബുലൻസ് വൈകിയതും ഒരു മരണകാരണമെന്ന് ബന്ധുക്കൾ എന്തായാലും നിലവിൽ ആക്ഷേപിക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും മരിച്ചിരിക്കുന്നു. ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ എന്തെങ്കിലും തരത്തിലുള്ള വീട്ടിലെ പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ എന്താണ് ഈ ആത്മഹത്യയിലേക്ക് ഈ വൃദ്ധ ദമ്പതികളെ എത്തിച്ചെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമായിരിക്കും എന്തായാലും ഒരു വ്യക്തത വരിക. എന്തായാലും ഈ രണ്ട് വൃദ്ധ ദമ്പതികളും നിലവിൽ മരണപ്പെട്ടു എന്ന ദുഃഖകരമായൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. പ്രജിൻ, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.